നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ വിളിക്കാതെ ചെറിയൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അതല്ലെങ്കിൽ ഒരു അകൽച്ച അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് കടം വാങ്ങി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച ആ ഒരു ഫോൺ എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങളടുത്ത് ആരെങ്കിലും വീട്ടിൽ നിന്നോ റിലേറ്റീവ്സ് ആരെങ്കിലും പിണങ്ങിപ്പോയി നിങ്ങളടുത്ത് സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ, അവർ വിളിക്കണമെന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതുമാത്രമല്ല, ലവേഴ്സ്, ഫ്രണ്ട്സ്, ആർക്ക് വേണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മളുമായിട്ട് കണക്ഷനുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവൂ. അല്ലാതെ മറ്റൊരാളുടെ പ്രശ്നത്തിന് വേണ്ടി നമുക്ക് ചെന്ന് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് വർക്കൗട്ട് ആകില്ല. ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് ചിലർക്ക് അരമണിക്കൂറിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് ഒരു ദിവസം. അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ആ ഒരു വൈബ്രേഷനും വിഷ്വലൈസേഷനും ഒക്കെ കൊടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഇന്ന് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ചെയ്ത് വർക്കൗട്ട് ആയെങ്കിൽ നിങ്ങൾക്ക് നാളെ അടുത്ത് വേറൊരാൾക്ക് വേണ്ടിയും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്ത് എനിക്ക് വർക്കൗട്ടായി, പക്ഷേ നാളെ ചെയ്തപ്പോൾ എനിക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചിലർക്ക് ഉടനെ വർക്കാവും, ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് 3-4 ദിവസം, ചിലർക്ക് 7 ദിവസം, മാക്സിമം 21 ഡേയ്സ് ചെയ്താൽ മസ്റ്റായിട്ട് 100% റിസൾട്ട് കിട്ടും. കുറേ പേർക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടിയിരുന്നു. അത് പിന്നെ കുറേ പേർക്ക് വർക്കാവാത്ത എന്താണെന്ന് വെച്ചാൽ, ചിലർ ചെയ്യും, ഇന്ന് ചെയ്തിട്ട് പിന്നെ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം വരുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ ഈ ലെറ്റ് ഗോ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്തിട്ട് ഇവരിങ്ങനെ ഡൗട്ട് അടിച്ച് എപ്പോൾ വിളിക്കുമെന്ന് ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വർക്കാവാൻ ലേറ്റ് ആവും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ആൻസൈറ്റി, ഡൗട്ടെല്ലാം മാറിപ്പോവുകയും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യും. ഈ ടെക്നിക്കിൽ മാത്രമല്ല, നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും ആ ഒരു ഡൗട്ടും എക്സ്പെക്ടേഷനും മാറുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരും. ഇത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ വർക്കാവാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തന്നെ മനസ്സിലാവും എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയും അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും. ഈ മെത്തേഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വിഷ്വലൈസേഷനും ഒരു എനർജിയും കൊടുത്താണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് നിങ്ങളൊരു 5 ടൈംസ് എങ്കിലും ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എനർജി ഒന്ന്, സബ് കോൺഷ്യസ് മൈൻഡ് ഒന്ന് ഓപ്പൺ ആവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആരെക്കുറിച്ചാണോ ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേരും ഫോൺ നമ്പരും ഇതിന് വേണം. എന്നിട്ട് ഒരു ചെറിയ വെള്ള പേപ്പർ, ലൈനൊന്നും ഇല്ലാത്ത പ്ലെയിൻ വെള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് കറുപ്പ് മഷി ഒഴിച്ചും നിങ്ങൾക്ക് ബാക്കി ഏത് കളർ വേണമെങ്കിലും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. അതിനെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പേരും ഫോൺ നമ്പരും കിട്ടി, അതുകൊണ്ട് ആരെ വേണമെങ്കിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ വർക്കൗട്ട് ആകില്ല. നിങ്ങളുമായിട്ട് ഇപ്പോഴല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ആക്ട്രസിൻ്റെയോ അല്ല ഒരു പൊളിറ്റീഷ്യൻസിൻ്റെയോ ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു പേരും ഫോൺ നമ്പറും എടുത്തിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഈ മെത്തേഡ് ട്രൈ ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ട് ആകില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ പേരും ഫോൺ നമ്പരും ആ വെള്ള പേപ്പറിൽ എഴുതുക. എഴുതിയതിന് ശേഷം ആ പേപ്പറിനെടുത്ത് ഇടത് കൈയിൽ വച്ചിട്ട് വലത് കൈ കൊണ്ട് ആ പേപ്പറിനെ മൂടുക. എന്നിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് ചെയ്യുക. കണ്ണുകൾ അടച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെളിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഫോൺ വിളിച്ച് വളരെ സന്തോഷമായിട്ട് സംസാരിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ചിരിച്ച് സംസാരിക്കുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനു മുമ്പുള്ള പ്രശ്നങ്ങളോ സങ്കടങ്ങളോ വഴക്കോ ഒന്നും നിങ്ങൾ അവിടെ കൊണ്ടുവരാൻ പാടില്ല. അതെല്ലാം ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് നിങ്ങൾ പോസിറ്റീവ് കാര്യമാണ് നമ്മൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പേപ്പർ എടുത്ത് നെയിം എഴുതി ഫോൺ നമ്പർ എഴുതി കണ്ണുകളടച്ച് വിഷ്വലൈസ് ചെയ്യുന്നു. ഈ വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു മിനിറ്റ് വിഷ്വലൈസ് ചെയ്താൽ മതി. ചെയ്തിട്ട് ആ പേപ്പറിനെ മടക്കി നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ കവറിനകത്ത് വയ്ക്കുക. കാരണം ഞാൻ ആൾറെഡി പറഞ്ഞു ഇതൊരു എനർജി മെത്തേഡാണെന്ന്. അതായത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കാണണ്ട ആ രീതിയിൽ നിങ്ങൾ മടക്കി ഫോണിൻ്റെ കവറിൻ്റെ അകത്ത് വയ്ക്കുക. എന്നിട്ട് ആ ഫോണിനെ കയ്യിലെടുത്ത് വച്ചിട്ട്, ഏത് കയ്യിൽ വേണമെങ്കിലും വയ്ക്കാം, വച്ചിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് 10 മിനിറ്റ്സ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതായത് ആ വ്യക്തി നിങ്ങളെ ഫോൺ വിളിക്കുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതായത് നിങ്ങളുടെ ആ വ്യക്തിയുടെ പേരും ഫോൺ നമ്പറും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ. എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞിട്ട് ആ നമ്പറിൽ നിന്ന് കോൾ വരും. അതുപോലെ ആ വ്യക്തിയിൽ നിന്ന് കോൾ വരുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഒരു 10 മിനിറ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്യുക. ആ ഫീലിംഗ്, ആ ഫോൺ വരുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾ അത് കാണുന്നു, ആ ഒരു ഫീല് നിങ്ങൾ കൊണ്ടുവരിക. പറ്റുമെങ്കിൽ ആ വ്യക്തിയുടെ നിങ്ങൾ ഫേസ് കൂടെ ഒന്ന് ഓർത്ത് ആ ഒരു ഫീല് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അങ്ങനെ 10 മിനിറ്റ്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ഉണ്ട്, ഗോൾഡൻ സൺറൈസ്.
ആ ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വരുത്തുന്നതാണ്. ഒരു സക്സസിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഡാണ്, ലക്കിൻ്റെ ഒക്കെ സിറ്റുവേഡാണ് ഗോൾഡൻ സൺറൈസ്. അതിന് കൗണ്ടിങ്ങും ടൈമിങ്ങും ഒന്നുമില്ല. ഇത് ചെയ്തിട്ട് നിങ്ങൾ അപ്പോൾ ഈ സിറ്റുവേഡ് ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്നത് ഒരു 12 പ്രാവശ്യം നിങ്ങൾ പറയുക. ഇതിന് ടൈമിങ്ങും കൗണ്ടിങ്ങും അല്ല, കൂടുതൽ വേണമെങ്കിലും പറയാം. അറ്റ്ലീസ്റ്റ് ഒരു 12 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സിറ്റുവേഡ് പറയുക. ഈ ടെക്നിക്ക് നിങ്ങൾ ഇന്ന് ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ ആ പേപ്പറിനെ നിങ്ങൾക്ക് ഇന്ന് തന്നെ കീറിക്കളയാം. ഇല്ല, ഈ വ്യക്തി ഇന്ന് വിളിച്ചു, ഇനി വീണ്ടും വിളിക്കുമോ എന്ന് എനിക്ക് ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നതുവരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ പേപ്പറിന് നിങ്ങൾക്ക് കുനുവിനെ കീറിക്കളയാം, കത്തിച്ച് കളയാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഒന്നും മാറ്റർ അല്ല. ഇന്ന് നിങ്ങൾക്ക് എന്ത് വർക്കൗട്ട് ആയെങ്കിൽ നിങ്ങൾ കീറിക്കളഞ്ഞിട്ട് നാളെ വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇനി ഞാൻ ചുരുക്കി ഒന്ന് മൊത്തത്തിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങളൊരു പേപ്പർ എടുക്കുന്നു, അതിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേരും ഫോൺ നമ്പരും എഴുതുന്നു. എന്നിട്ട് അതിനെ ഇടത് കൈയിൽ വെച്ച് വലത് കൈ കൊണ്ട് മൂടിക്കൊണ്ട് നിങ്ങൾ 1 മിനിറ്റ് ആ വ്യക്തി നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നതായും നിങ്ങൾ ചിരിച്ച് സംസാരിക്കുന്നതായും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. എന്നിട്ട് ആ പേപ്പറിനെ ഫോണിൻ്റെ കവറിനകത്ത് വച്ചിട്ട് ആ ഫോണിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് 10 മിനിറ്റ്സ് നിങ്ങളിപ്പോൾ ഫോൺ നമ്പരും പേരും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ, അതിൽ നിന്ന് കോൾ വരുന്നതായി ഒരു 10 മിനിറ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്ന സിറ്റുവേഡ് ഒരു 12 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറയുന്നു. ഇത്രയാണ് നിങ്ങളുടെ കാര്യം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കരുത്. അത് ചെയ്തിട്ട് വിട്ടിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇനി നിങ്ങൾ കുറേ വർഷങ്ങളായി ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ടെക്നിക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ചെയ്യുക. അല്ലാതെ ഒരു ദിവസം ചെയ്തിട്ട് അത് വർക്കൗട്ട് ആവണമെന്ന് നിങ്ങൾ ഷാഠ്യം പിടിക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.